വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ മക്കളെ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ LSS എക്സാമിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മുടെ എക്സാം വീക്കാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പം 26-ാം തീയതി എന്ന് പറയുന്നതിന് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പഠിക്കണം. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ EVS-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഓരോ ചോദ്യങ്ങളും ചെയ്ത് തന്നെ നോക്കുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തത് ആരുടെ വാക്കുകളാണെന്ന് ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇവിടെ വാക്കുകളൊക്കെ തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി. അപ്പൊ ഇവിടെ കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അത് ആരുടേതാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരുകളാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ബോക്സിനകത്ത് കുറച്ച് വ്യക്തികളുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അംശി നാരായണ പിള്ള, ബാലഗംഗാധര തിലകൻ ആൻഡ് ഗാന്ധിജി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വരിയും നോക്കിയിട്ട് അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് എഴുതണം. അപ്പൊ ഏറ്റവും ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരാണ് ഇത് പറഞ്ഞത്? യെസ്, നമ്മുടെ ബാലഗംഗാധര തിലകൻ. ഓക്കെ, അത് ഞാനിവിടെ എഴുതി തരാം കേട്ടോ. ബാലഗംഗാധര തിലകൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് ഏതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതാരാണ് പറഞ്ഞത്? നമുക്കറിയാം, നമ്മുടെ ഗാന്ധിജിയാണ്. ഇനി വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി. അതാരാണ്? അംശി നാരായണ പിള്ള. ഓക്കെ, നാരായണ പിള്ള. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ കൊടുത്തവയിൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അനുയോജ്യമായ പ്രസ്താവന ഏതാണ്? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദി സസ്റ്റൈനബിലിറ്റി ഓഫ് ആൻ എക്കോസിസ്റ്റം? നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നല്ലത് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് യോജിച്ച പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ താഴെയുള്ള പ്രസ്താവനകളൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിലങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കുന്നു. ലാൻഡ്സ് ആർ കോൺക്രീറ്റഡ് ആൻഡ് ക്ലീൻ. അടുത്തത്, കുന്നുകൾ നിരത്തി ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കുന്നു. ഹിൽസ് ആർ ലെവൽ ടു ബിൽഡ് ഷോപ്പിംഗ് മാൾ. വനവൽക്കരണം നടത്തുന്നു. എഫോറസ്റ്റേഷൻ ഈസ് ക്യാരിംഗ് ഔട്ട്. വയലുകൾ നികത്തി ആശുപത്രികൾ പണിയുന്നു. പാഡി ഫീൽഡ്സ് ആർ ഫിൽഡ് ടു കൺസ്ട്രക്ട് ഹോസ്പിറ്റൽ. അപ്പൊ ഇതിലേതാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അനുയോജ്യമായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. യെസ്, നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം എഫോറസ്റ്റേഷൻ നടത്തുന്നു അല്ലെങ്കിൽ വനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു, പ്ലാന്റിങ് ചെയ്യുന്നു, അതൊക്കെ എന്താണ്? നല്ല കാര്യമാണല്ലേ. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ ഫീൽഡ് ട്രിപ്പ് പോയപ്പോൾ കണ്ട ജീവികളുടെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവര് നിരീക്ഷിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതെല്ലാമായിരിക്കും? ദ ഫോളോയിങ് ആർ ദി നെയിം ഓഫ് ദി ഓർഗാനിസം ഒബ്സർവ്ഡ് ബൈ ക്ലാസ് 4 സ്റ്റുഡൻസ് ഡ്യൂറിങ് എ ഫീൽഡ് ട്രിപ്പ്. വിച്ച് ഏരിയ മൈറ്റ് ദേ ഹാവ് ഒബ്സർവ്ഡ്? അപ്പൊ അവർ കണ്ട കുറച്ച് ആൾക്കാരുടെ പേരുകളാണ് അട്ട, മുയൽ, ഉറുമ്പ്, തുമ്പി, പുൽച്ചാടി, പുല്ല്, എട്ടുകാലി, പൂമ്പാറ്റ. ഇനി ഇവരൊക്കെ വരാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? ഫോറസ്റ്റ് ഉണ്ട്, പാഡി ഫീൽഡ് ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്, കുന്ന് ഉണ്ട്, ഹിൽസ് ഉണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? A, D എന്നിവ ശരി. ഓപ്ഷൻ 2 എന്ന് പറഞ്ഞാൽ A, C എന്നിവ ശരി. ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ B, D എന്നിവ ശരി. ഓപ്ഷൻ 4 എന്ന് പറഞ്ഞാൽ എല്ലാം ശരി. അപ്പൊ ഇതിൽ ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഒക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ജീവജാലങ്ങളെ ഒക്കെ നമുക്ക് കാട്ടിലും കാണാൻ പറ്റും, വയലിലും കാണാൻ പറ്റും, തോട്ടത്തിലും കാണാൻ പറ്റും, കുന്നിലും കാണാൻ പറ്റും. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതും നിങ്ങൾക്ക് കിട്ടി, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. കുന്നിൻ പ്രദേശങ്ങളിലും മലയോര മേഖലയിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാവുന്ന പ്രകൃതി ദുരന്തം ഏതാണ്? വിച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോസസ് എ മേജർ ത്രെറ്റ് ടു പീപ്പിൾ ലിവിംഗ് ഇൻ ഹില്ലി ആൻഡ് മൗണ്ടെയിൻ റീജിയൻ? ഓപ്ഷൻസ് ഇവിടെ വരൾച്ചയുണ്ട്, വെള്ളപ്പൊക്കം,
ഉരുൾപൊട്ടൽ ആൻഡ് സുനാമി. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കുന്നിൻ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു അപകടം. അത് ഏതായിരിക്കും? ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി, അതായത് നമ്മുടെ ഉരുൾപൊട്ടലാണ് അവർ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയും. അപ്പൊ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതേപോലുള്ള കുറേ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കോണ്ടന്റ് വീഡിയോസും കാണാനായിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് കാണുക. അതുകൂടാതെ നിങ്ങൾക്കായിട്ട് നമ്മുടെ ജ്വാലാഭാഷം ഉണ്ട്. ജ്വാലാഭാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആനുവൽ എക്സാമിന് ടൈം ടേബിൾ വന്നതുകൊണ്ട് തന്നെ നമുക്കിനി റിവിഷൻ ക്ലാസ്സിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ച്. സോ നിങ്ങൾ എൻ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ റിവിഷനോട് കൂടി നമുക്കിനി വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി വരാൻ പോകുന്ന LSSഉം ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാമിനും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.